സ്റ്റഡിയിലൊക്കെ ആയ സ്ഥിതിക്ക് രാവിലെ എഴുന്നേൽക്കാനൊക്കെ വിചാരിച്ചു. പക്ഷേ അത് ഇത്രയും ദിവസമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഒരു അല്പം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാമെന്ന് കരുതി കുറച്ചൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തലയിൽ കയറാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെ ഗാർഡനിലേക്ക് ജൂനിയർ കുട്ടികളിൽ നിന്ന് ഓർഗാനോലെറ്റിക് ഫീച്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതായത് പ്ലാൻ ചെയ്ത് അവർക്ക് PA വരുവാണല്ലോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത്. കഴിഞ്ഞ വർഷം എന്ന് പറയാനായിട്ട് തീർന്നിട്ടൊന്നുമില്ല. ഒരു 6 മാസം മുമ്പ് ഉലുവയും അലുവയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഞങ്ങളിതുപോലെ ഗാർഡനിൽ ചെന്ന് പഠിച്ചതൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മ വരുമായിരുന്നു. ആ സമയത്ത് വളരെ ക്ഷമയോടുകൂടി വിജയ മാമും സന്തോഷ് സാറും ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ എന്ത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. പറഞ്ഞു വരുന്നില്ല, അതിനു മുമ്പേ തന്നെ വിജയ മാം കുറച്ച് കുട്ടികളുമായിട്ട് ഗാർഡനിലെ മൈന്യൂട്ടായിട്ടുള്ള ഡ്രഗ്സിനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. വൈകുന്നേരം PT ആയിരുന്നു തോന്നുന്നു, അതുകൊണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് സ്വാതിയെ കണ്ടു. അവൾ അന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കത് കേട്ടാൽ. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു എക്സാം? ഋതുചര്യ ശ്ലോകമൊക്കെ എഴുതിയോ? അപ്പോൾ വൈകുന്നേരമായി, എല്ലാവരും വീട്ടിൽ പോകാനുള്ള തത്രപ്പാടിലാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.